അഞ്ചാമത്തെ തവണ കോപ്പി അടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ PSCയുടെ വിജിലൻസ് വിഭാഗം ഈ ചാടി വീഴുകയും ഇവരെ പിടികൂടുകയും ചെയ്തത്. മുഹമ്മദ് സഹദ് എന്ന വ്യക്തിയെ പിടികൂടി. അതിനുശേഷം സഹദിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് രണ്ടാമനെയും ഇന്നലെ പിടികൂടി. സബീൽ എന്ന വ്യക്തിയെയും പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. ഈ പെൻ ക്യാമറ പോലുള്ള വളരെ മൈക്രോ ക്യാമറ, വളരെ ചെറിയ ക്യാമറയാണ് ഇവർ കോളറിൽ ഘടിപ്പിച്ചിരുന്നത്. അത് ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അതിന് ലൈവ് സ്ട്രീമിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ആ ലൈവ് സ്ട്രീമിംഗ് വഴിയാണ് ഈ ചോദ്യപേപ്പറിന്റെ പകർപ്പ് അല്ലെങ്കിൽ അതിന് ദൃശ്യം തത്സമയം പുറത്തേക്ക് പോരുന്നത്. ഈ സബീലാണ് ഇതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തിരുന്നത്. സബീൽ തന്റെ വീട്ടിലിരുന്നാണ് ഈ ചോദ്യപേപ്പർ കാണുകയും ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. മൈക്രോ ഇയർഫോൺ ആണ് ഈ പരീക്ഷാ ഹാളിലിരുന്ന് പ്രതി മുഹമ്മദ് സഹദ് ഉപയോഗിച്ചിരുന്നത്. അത് ചെവിക്കുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ ചെറിയ ഒരു ഇയർഫോൺ ആണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ മൈക്രോ ഇയർഫോണിലേക്ക് ഫോൺ കണക്ട് ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ കോൾ കണക്ട് ചെയ്ത ശേഷമാണ് ഈ കോപ്പിയടി നടന്നിട്ടുള്ളത്. അതായത് ശരീരത്തിനുള്ളിൽ ഈ തരത്തിൽ വസ്ത്രത്തിനടിയിൽ ആണോ മറ്റോ എന്ന് സംശയമുണ്ട്. അതായത് ആ തരത്തിൽ ഈ ഫോൺ സൂക്ഷിച്ചു വെച്ച ശേഷമാണ് കോൾ പുറത്തു നിന്ന് തന്നെ കണക്ട് ചെയ്ത് ഈ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് ഈ കോപ്പിയടി നടത്തിയത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെയാണ് ഈ കോപ്പിയടി പിടിച്ചത്. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കോപ്പിയടികൾ ഉണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് വിജിലൻസ് വിഭാഗം ഇവിടേക്ക് എത്തുകയും ഇതുവരെ പിടിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനു മുൻപ് 4 തവണ ഇതുപോലുള്ള പരീക്ഷകളിൽ ഇതേ രൂപത്തിൽ ഇരുവരും പ്ലാൻ ചെയ്ത് ഈ കോപ്പിയടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇതുവരെ ലിസ്റ്റിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് ഈ 4 പരീക്ഷകൾ ഇയാൾ എഴുതിയ 5ാമത്തെ തവണ ഇയാൾ പിടിക്കപ്പെട്ടു. മുൻപ് എഴുതിയ പരീക്ഷകളിൽ ഇയാളെ അയോഗ്യനാക്കാനും 10 വർഷത്തേക്ക് ഇയാളെ PSC പരീക്ഷകൾ എഴുതുന്നതിന് വിലക്കാനും PSC ഇതിനകത്ത് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പറയുന്ന കോളറിന്റെ ഭാഗത്ത് ഒരു ചെറിയ ബട്ടൺസിന്റെ രൂപത്തിലുള്ള ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ ഈ പറയുന്ന ക്യാമറയ്ക്ക് നേരെ മുഖമായി തന്നെ ഈ ചോദ്യപേപ്പർ പിടിക്കുകയും ക്യാമറയിൽ കൃത്യമായ രീതിയിൽ ചോദ്യപേപ്പർ പതിയുന്ന തരത്തിൽ 2ഓ 3ഓ തവണ ഇങ്ങനെ പിടിക്കുന്നത് ഈ ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് ഒരു സംശയം തോന്നി ഈ ഇൻവിജിലേറ്റർ അന്വേഷിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന ഇൻവിജിലേറ്റർ ഈ PSCയുടെ വിജിലൻസ് വിങ്ങിനോട് കാര്യങ്ങൾ അറിയിക്കുകയും അതിന്റെ ഭാഗമായി ആ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ ടൗൺ പോലീസ് എത്തിയ സമയത്ത് ഈ പറയുന്ന മുഹമ്മദ് സാദ് ആ എക്സാം ഹാളിൽ നിന്നും ഇറങ്ങി ഓടുന്ന അവസ്ഥ പോലും ഉണ്ടായി. പിന്നീട് നടത്തിയിട്ടുള്ള പോലീസ് ഇയാളെ പിടികൂടി നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കോപ്പിയടിയാണ് നടന്നത് എന്നുള്ളത് പോലീസിന് തന്നെ മനസ്സിലാവുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ശരീരത്തിന്റെ ഭാഗത്തെല്ലാം, അതായത് വയറ്, അതുപോലെ തന്നെ ബാറ്ററി, ഈ പറയുന്ന ചെറിയ ഡോങ്കിൾ, വൈഫൈ കണക്ഷൻ ലഭിക്കാനുള്ള ഡോങ്കിൾ, അടിവസ്ത്രത്തിനകത്ത് പോലും ഈ പറയുന്ന ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കക്ഷി പരീക്ഷ എഴുതാൻ എത്തിയത്.